എല്ലാവർക്കും ട്രെൻഡി ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായ് സഫാരി പാർക്കാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം. 2 വർഷത്തെ നവീകരണത്തിന് ശേഷം ദുബായ് സഫാരി പാർക്ക് വീണ്ടും സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു. ദുബായിലെ കിഴക്കൻ മരുഭൂപ്രദേശത്താണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പാർക്കിലെത്തുന്നവർ മാസ്ക് ധരിക്കണമെന്നും താപനില പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും സാമൂഹിക അകലം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോവിഡ്-19 സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് 3000 ദിർഹംസ് വരെയാണ് ഇവിടെ പിഴ ഈടാക്കുന്നത്. ഡിസംബറിൽ പൊതുജനങ്ങൾക്കായി തുറന്നെങ്കിലും 5 മാസത്തിനു ശേഷം നവീകരണത്തിനായി അടയ്ക്കുകയായിരുന്നു. ഒരുപാട് പുതുമകളോടെയാണ് സഫാരി പാർക്ക് വീണ്ടും നമുക്കായി തുറന്നിരിക്കുന്നത്. 250 വർഗങ്ങളിലായി 2500 മൃഗങ്ങളുള്ള വാസസ്ഥലമാണിതെന്ന്. 119 ഹെക്ടർ വിസ്തൃതിയുള്ള പാർക്ക് മുമ്പ് ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്നു. 30 മീറ്റർ ഉയരത്തിൽ വരെ മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന സ്ഥലത്താണ് നാം ഇന്നീ കാണുന്ന സഫാരി പാർക്ക്. ശരിക്കും അതിശയകരം തന്നെ എന്ന് പറയാം. 300 ഏക്കറോളം വിസ്തൃതമായ ഭൂപ്രദേശത്ത് നട്ടുവളർത്തിയ മനുഷ്യനിർമ്മിതമായ കാട്ടിലാണ് വിശാലമായ ഈ വന്യജീവി സങ്കേതം.
ഏഷ്യൻ, ആഫ്രിക്കൻ, അറേബ്യൻ ഗ്രാമങ്ങളും തുറന്ന സഫാരി വില്ലേജുമാണ് ഈ പാർക്കിന്റെ പ്രത്യേകത. ഗൈഡ് സഹിതമുള്ള സഫാരി ഡ്രൈവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്കായുള്ള തോട്ടങ്ങളും 2 തിയേറ്ററുകളും പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. യുഎയിലെ ആദ്യത്തെ തുറന്ന സഫാരി പാർക്കാണിത്. സന്ദർശകർക്ക് പ്രകൃതി സൗഹൃദ ഇലക്ട്രിക് വാഹനങ്ങളിൽ ചുറ്റിക്കറങ്ങി അലയുന്ന വന്യമൃഗങ്ങളെ നേരിട്ട് കാണാം. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ മൃഗങ്ങൾക്ക് സവിശേഷ പരിചരണവും ലഭ്യമാക്കുന്നു. ശൈത്യകാലത്ത് മൃഗങ്ങൾക്ക് ഉല്ലസിക്കാൻ ശീതീകരിച്ച കൃത്രിമ പാറകൾ, മഞ്ഞു പൊഴിക്കുന്ന ഫാനുകൾ, തണുത്തുറഞ്ഞ വെള്ളം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കൃത്രിമ തടാകങ്ങളും ചെളിക്കുളങ്ങളും മറ്റു ജലവിധാനങ്ങളും തയ്യാറാക്കി ഇവിടുത്തെ മൃഗങ്ങൾക്ക് വേണ്ടി പ്രകൃത്യാ ഉള്ള ജൈവ സങ്കേതം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ജുമൈറയിൽ 1/2 നൂറ്റാണ്ടുകാലം പ്രവർത്തിച്ച ദുബായ് സൂ അടച്ചുപൂട്ടിയാണ് ദുബായ് സഫാരി പാർക്ക് തുറന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായ ട്രെയിനർമാരെയും മൃഗസംരക്ഷകരെയും നിയമിച്ചിട്ടുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളുള്ള മൃഗാശുപത്രി, ഗവേഷണ കേന്ദ്രം എന്നിവയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ആഫ്രിക്കൻ വില്ലേജ് എത്തിയിട്ടാ നമ്മള് സഫാരിയിൽ നിൽക്കുന്നത്. ദുബായ് സഫാരി പാർക്കില് ആഫ്രിക്കൻ വില്ലേജിൽ നമ്മൾ കേറാൻ പോണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം.
ലോകത്തെമ്പാടുമുള്ള മൃഗങ്ങളെ അതാത് ആവാസ വ്യവസ്ഥകളിൽ നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളത് ഇവിടത്തെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഏഷ്യയിലെ ഉഷ്ണമേഖലാ വനങ്ങളോ അറേബ്യയിലെ മരുഭൂമികളോ ആകട്ടെ, അവയെല്ലാം ദുബായ് സഫാരി പാർക്കിൽ നമുക്ക് നേരിട്ട് കാണാം. കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർക്ക് പോവാൻ കഴിയുന്ന ഒരു അടിപൊളി സ്ഥലം. കുട്ടികൾക്ക് വന്യജീവികളുമായി സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഒത്തുചേരാനുള്ള അവസരം നൽകുന്നു. ഈ അനുഭവങ്ങൾക്ക് പുറമെ രസകരമായ നിരവധി ഷോകളും മറ്റും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ലോകത്തിലെ ജന്തുജാലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളെ സഹായിക്കുന്നു. ഗൊറില്ലയെ കണ്ടപ്പോൾ ശരിക്കും ഓർമ്മ വന്നത് നമ്മുടെ ജെയിംസ് ബോണ്ട് സിനിമയിലെ കുഞ്ഞിനെ ആട്ടോ. നിങ്ങൾക്കും ഓർമ്മ വന്നോ? എങ്കിൽ കമന്റ് ചെയ്യണേ.
ബയോബാബ് മരങ്ങളും പരമ്പരാഗത ചെളി ഘടനകളും കൊണ്ട് ചുറ്റപ്പെട്ട ആഫ്രിക്കൻ ഗ്രാമത്തിന്റെ പ്രതീതിയാണ് നമുക്കിവിടെ ഉളവാകുന്നത്. ഇവിടെ ആഫ്രിക്കൻ സ്വദേശികളായ നിരവധി ഉരഗങ്ങൾ, കുരങ്ങുകൾ, ആനകൾ എന്നിവയെ നമുക്ക് കാണാൻ കഴിയും. ആഫ്രിക്കയിലെമ്പാടുമുള്ള പാമ്പുകളുടെയും മറ്റു ഉരഗങ്ങളുടെയും വിപുലമായ ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. യുഎഇയിലെ ഏറ്റവും വലിയ ഏവിയറി എക്സിബിറ്റ് കൂടിയാണ് ആഫ്രിക്കൻ ഗ്രാമം. മാൻ, കൊമോഡോ ഡ്രാഗണുകൾ, ചിമ്പാൻസികൾ, ഗൊറില്ലകൾ, ആഫ്രിക്കൻ ആനകൾ തുടങ്ങിയവയാണ് ഇവിടുത്തെ മറ്റു പ്രത്യേകതകൾ. ചെറിയ ചെറിയ വണ്ടികളിലായി ഭക്ഷണത്തിനുള്ള ഏർപ്പാടും ഇവിടെ തന്നെ ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ഭക്ഷണം പങ്കുവെക്കുന്നതിനും ഒരാൾ എത്തിയിരുന്നു. ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നവരെയും നമുക്കിവിടെ കാണാം. പക്ഷികൾക്ക് പ്രത്യേക തരത്തിലുള്ള സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു.
ഇവിടുത്തെ ഓരോ കാഴ്ചകളും മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. പലയിടങ്ങളിലും പ്രകൃതി തന്ന സൗന്ദര്യം നശിപ്പിക്കപ്പെടുമ്പോൾ ഇത്രയും വലിയ കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമി ഇതുപോലെ ഒരു കാടായിട്ട് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എത്രയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പലയിടങ്ങളിലും പല രാജ്യങ്ങളും മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും പാറക്കല്ലുകൾ ഇടന്ന് ആരും തെറ്റിദ്ധരിച്ച് പോവരുത്. ആമകളാണ് കിടക്കുന്നത് മുഴുവനും.
നമ്മൾ കാത്തിരുന്ന ആളെത്തിട്ട. എന്റെ പൊന്നോ, ഒന്നും പറയാനില്ല. ഒരു ഒന്നൊന്നര വരവേർന്നാശാന്റെ കൂടെ ഇരുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് പോസ് ചെയ്തും കൂടി തന്നിട്ടാ. എന്റെ പൊന്നോ, ഒന്നും പറയാനില്ല കേട്ടാ. ആളെ കണ്ടപ്പോഴുണ്ടല്ലോ എല്ലാവരും എന്ത് ഹാപ്പി ആയി. നോട്ടം, ആ നടത്തം, ചുറ്റുമുള്ളതൊന്നും കാണൂല എന്റെ സാറേ. എന്താല്ലേ ആ മുഖത്തൊരു ഗൗരവം. നിങ്ങളെ മുഞ്ചിൽ ആരും ഒന്ന് വീണ് പോവിട്ടാ. Audio Jungle. സഫാരി പാർക്കിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോയും സഫാരി പാർക്കിന്റെ വരുന്നതായിരിക്കും. ആരും കാണാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലോ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഏത് മൃഗത്തെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്താണ് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.